ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിളയെ പരിശോധിച്ച് ഡോക്ടറും ഒരു 2 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശാരദയും കൂട്ടരും നിളയുടെ അരികിലേക്ക് എത്തുകയാണ്. അമ്മയെ കണ്ട് നിള കരയാനായി തുടങ്ങുകയാ. സാരമില്ല, കരയാതെ എന്ന് കാവേരി ആശ്വസിപ്പിക്കുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു ചേച്ചി എന്ന് സങ്കടത്തോടെ നിളയും. പേടിക്കേണ്ട കേട്ടോ എന്ന് ഗംഗ ആശ്വസിപ്പിക്കേ. ഞങ്ങളെല്ലാവരും വന്നില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നതെന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നേഴ്സും അതെ, ഇത്ര പേര് ഇവിടെ നിൽക്കാൻ പാടില്ല, പുറത്തിറങ്ങണം എന്ന് പറയേ. ഒറ്റയ്ക്കായ സിസ്റ്ററെ ഇവൾ പേടിക്കുമെന്ന് ഗംഗയും പറയുന്നുണ്ട്. എന്നാൽ ഒരാൾ നിന്നാൽ മതി എന്ന് പറയേ. അമ്മ നിൽക്കാട്ടോ ഇവിടെ എന്ന് ശാരദ നിളയോടായി പറയുന്നു. നിള എല്ലാവരോടുമായി നിങ്ങളാരും പോവല്ലേ, വിനീതേട്ടൻ വീട്ടിലേക്ക് പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോണേ എന്ന് കരച്ചിലോടെ പറയേ. കൊണ്ടുപോവാൻ മോളെ എന്ന് വിനീതും പറയുന്നുണ്ട്. ഡോക്ടർ, നിളമോൾക്ക് എന്താ അസുഖം എന്ന് കാവേരി ചോദിക്കേ. ടെസ്റ്റ് റിസൾട്ട് വരട്ടെ എന്നിട്ട് പറയാമെന്ന് ഡോക്ടറും. ശാരദ നിളയെ കണ്ട് കരയാനായി തുടങ്ങുമ്പോഴേക്കും ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നിട്ടെ, ബാക്കിയുള്ളവർ പുറത്തോട്ടിറങ്ങും പ്ലീസ് എന്ന് ആ നഴ്സ് പറയേ. മോളെ, ഞങ്ങൾ പുറത്തു നിൽക്കാമേ എന്ന് നിളയോടായി പറഞ്ഞ് കാവേരി ഗംഗയെയും വിനീതിനെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അമ്മ എന്ന് നിള സങ്കടത്തോടെ വിളിക്കേ. മോള് പേടിക്കണ്ടട്ടോ, അമ്മ ഇവിടുന്ന് എവിടെയും പോവില്ല എന്ന് അമ്മ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോളെ പേടിക്കണ്ട കേട്ടോ, റിസൾട്ട് വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോവാൻ കേട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പുറത്തിറങ്ങിയ കാവേരിയും നിളയുടെ മിസ്സിനോടായി ചോദിക്കുന്നുണ്ട്. മിസ്സേ, നിളയ്ക്ക് എന്താ പറ്റിയെന്ന്. അവൾക്കൊരു കുഴപ്പവുമില്ലായിരുന്നു, നല്ല ആക്റ്റീവായിരുന്നു. സ്കൂളിൽ എത്തുന്നത് വരെ വാ തോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. അവളെ ക്ലാസ്സിൽ വിട്ടിട്ടാ ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോയത്. അസംബ്ലിക്ക് പ്രയർ പാടുന്നത് നിളയാണെന്ന് അറിയാലോ. മൈക്കിന് മുന്നിൽ വന്നു നിന്ന് അവളൊരു നിമിഷം കൈ കൂപ്പി നിന്നു. പതിവുള്ളതുപോലെ പ്രയർ പാടാൻ തുടങ്ങിയപ്പോൾ മോള് തല കറങ്ങി താഴേക്ക് വീഴുന്നതാ കണ്ടത്. പ്രിൻസിപ്പൾ അടക്കം എല്ലാവരും പേടിച്ചുപോയി. ഉടൻ തന്നെ സ്കൂളിൽ വാനിൽ ഇങ്ങോട്ടെത്തിച്ചു. അവള് കണ്ണു തുറന്നേ പിന്നെ അവരൊക്കെ സ്കൂളിലേക്ക് പോയത്. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ എന്ന് മിസ് ചോദിക്കേ. ഇല്ല മിസ് എന്ന് കാവേരിയും പറയുന്നുണ്ട്. ഡോറിലെ ഗ്ലാസ്സിലൂടെ ഗംഗയെ നോക്കി സങ്കടത്തോടെ കരയുക ഗംഗയും. കാവേരി ചെന്ന് ഗംഗേച്ചിന്ന് വിളിക്ക്, നിളമോള് എന്ന് കരച്ചിലൂടെ പറയുന്നുണ്ട് ഗംഗ. അവളെ വിളിച്ചുകൊണ്ടുപോയി ഒരു ചെയറിലേക്ക് ഇരുത്തുകയാ കാവേരി. പിന്നീട് അവരെല്ലാവരും ടെസ്റ്റ് റിസൾട്ടിനായി വെയിറ്റ് ചെയ്തിരിപ്പാ. പിന്നീട് ഡോക്ടർ അവരുടെ അരികിലേക്ക് വന്ന്, നിളയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതായി ഏതെങ്കിലും ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഹെൽത്ത് പ്രോബ്ലമോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ എന്ന് കാവേരിയും പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല ചോദിച്ചത്, ജനന സമയം മുതൽ മോൾക്ക് ഹാർട്ട് പ്രോബ്ലം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് എന്ന് ഡോക്ടർ പറയുന്നതുകൾക്ക് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. ഹാർട്ടിനോ എന്ന് അമ്പരപ്പോടെ വിനീത് ചോദിക്കേ. അതെ, മോൾക്കിപ്പോൾ എത്ര വയസ്സായിന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. 12 എന്ന് ഗംഗ പറയേ. ഇത്രയും ചെറിയ പ്രായത്തിൽ എങ്ങനെയാ ഡോക്ടറെ ഹാർട്ടിന് പ്രശ്നമുണ്ടാവുന്നത് എന്ന് വിനീതും ചോദിക്കുക. ഹാർട്ട് പ്രോബ്ലത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. ഈ കേസിൽ ജന്മന തന്നെ അസുഖമുണ്ടാവാനാണ് സാധ്യത. ഇപ്പോൾ ഇതൊക്കെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള സ്കാനിങ്ങിൽ അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് കുഞ്ഞിന്റെ ജനന സമയത്തെങ്കിലും. അതാണ് ഞാൻ ചോദിച്ചത്. ഇത്തരമൊരു പ്രോബ്ലത്തെ പറ്റി നേരത്തെ അറിയാമായിരുന്നോ എന്ന് മോളുടെ അമ്മയോട് ഞാൻ ചോദിച്ചു. പക്ഷേ അവർക്ക് അതിനെപ്പറ്റി യാതൊരു ഊഹവുമില്ല എന്ന് ഡോക്ടർ പറയുന്നത് കേൾക്കെ. ഡോക്ടർ, അവളോട് അത് പറഞ്ഞോ എന്ന് കാവേരി ചോദിക്കുക. തൽക്കാലം മോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയണ്ട. കുട്ടിയുടെ അച്ഛനില്ലെന്നറിയാം. പ്രസവ സമയത്ത് കൂടുതലുണ്ടായിരുന്ന മുതിർന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി സൂചനയുണ്ടോന്ന് അറിയിക്കണം. ഹാർട്ട് പ്രോബ്ലത്തെ പറ്റി നേരത്തെ സൂചന ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള മുൻകരുതൽ എടുക്കണമായിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനത്തെ പ്രോബ്ലംസ്, മയക്കമോ തലചുറ്റലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കേ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഡോക്ടർ എന്ന് ഗംഗയും. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ലക്ഷണവും ഇല്ലാതിരിക്കാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർ. സ്കൂളിൽ വെച്ചൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നിളയുടെ മിസ്സും പറയുന്നുണ്ട്. അപ്പോഴാണ് കാവേരി, ഉണ്ടായിട്ടുണ്ട് ഡോക്ടർ. നമ്മുടെ സുജാത അമ്മയുടെ വീട്ടിൽ വെച്ച് പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ ഉണ്ടായ സംഭവം ഓർമ്മയില്ലേ എന്നവൾ ഗംഗയോടായി പറയുന്നുണ്ട്. എന്നിട്ട് എന്ന് ഡോക്ടർ ചോദിക്കേ. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡീഹൈഡ്രേഷൻ ആണെന്നാ പറഞ്ഞത്. ഡ്രിപ്പ് ഒക്കെ ഇട്ടിട്ട് തിരിച്ചു വിട്ടെന്ന് കാവേരി പറയേ. അന്ന് ഡോക്ടർ ടെസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ഡോക്ടർ. അന്നത്തെ കാര്യം കാവേരി ഓർത്തെടുക്കുക. അവൾക്കൊരു ടെസ്റ്റിന് എഴുതി കൊടുത്ത് ഈ റിസൾട്ട് കൊണ്ടുവന്ന് കാണിക്കണമെന്ന് ഡോക്ടർ പറയുന്നതും. ഡോക്ടർ, കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് കാവേരി ചോദിക്കുന്നതും. ചെറിയൊരു ഡൗട്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാനെന്ന് ഡോക്ടർ പറഞ്ഞതും അവൾ ഓർത്തെടുക്കുകയാണ്. എന്നിട്ട് ടെസ്റ്റ് ചെയ്തോ എന്ന് ഡോക്ടർ ചോദിക്കേ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മറ്റു ചില പ്രശ്നങ്ങൾ വന്നുപെട്ടു. അതിനിടെ ടെസ്റ്റിന്റെ കാര്യം വിട്ടുപോയെന്ന് ഗംഗയും. അന്നേ അത് ചെയ്തിരുന്നെങ്കിൽ അപ്പോഴേ അസുഖം ഐഡന്റിഫൈ ചെയ്യാമായിരുന്നു എന്ന് ഡോക്ടർ ഓർമ്മിപ്പിക്കേ. സോറി ഡോക്ടർ എന്ന് ഗംഗയും. ശരിക്കും നിളയുടെ ഹാർട്ടിന് എന്താ ഡോക്ടർ പ്രോബ്ലം എന്ന് കാവേരി ടെൻഷനോടെ ചോദിക്കേ. നമുക്ക് 1-2 ടെസ്റ്റിന്റെ റിസൾട്ട് കൂടി കിട്ടാനുണ്ട്, എന്നിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ശരിയെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോവുകയാണ്. നഴ്സ് അപ്പോഴേക്കും കാവേരിയുടെ കയ്യിലേക്ക് ഒരു ലിസ്റ്റ് കൊടുത്ത്, ഇതിലെഴുതിയിരിക്കുന്ന ടെസ്റ്റുകൾ കൂടി ചെയ്യണം, പണം അഡ്വാൻസ് ആയിട്ട് അടച്ച് ബില്ല് കൂടി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകെ. എടി, കാശുണ്ടോ എന്ന് കാവേരിയോടായി ഗംഗ ചോദിക്കുന്നു. അക്കൗണ്ടിൽ കുറച്ചുണ്ട്, ഞാൻ ബില്ല് അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കാവേരിയോടൊന്ന് പോവുകയാണ്. നിളയുടെ അരികിൽ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശാരദ. സങ്കടത്തോടെ അമ്മയെ നോക്കി കിടക്കുന്ന നിളയും വിളിക്കുന്നുണ്ട്. അമ്മേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്? ഇല്ലല്ലോ
എന്റെ പൊന്നിനോട് ആരാ അങ്ങനെയൊക്കെ പറഞ്ഞേ എന്നമ്മ ചോദിക്കെ ആരും പറഞ്ഞതല്ല, അമ്മ കരയുന്നത് കണ്ട് ചോദിച്ചതാണെന്ന് നിളയും. ശാരദയും സങ്കടം അടക്കി പിടിച്ച് അമ്മ സന്തോഷം കൊണ്ട് കരഞ്ഞതല്ല എന്ന് പറയെ സന്തോഷം കൊണ്ടോ എന്ന് നിളയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഒരു 12 വർഷം മുമ്പ് ഇതുപോലുള്ളൊരു ഹോസ്പിറ്റലിൽ മോൾ ഉണ്ടാവാനുള്ള കാത്തിരിപ്പില്ലായിരുന്നു എല്ലാവരും. അമ്മ കുറെ വേദന തിന്നു. മോളുണ്ടായപ്പോഴേക്കും അമ്മയുടെ ബോധം പോയി. ബോധം വന്നപ്പോ റൂമിൽ അരണ്ട വെളിച്ചമാ. മരുന്നിന്റെ മണവും 1-2 നഴ്സുമാരും ഉണ്ടായിരുന്നു. എന്റെ മോളെ നോക്കിയപ്പോ കാണുന്നുണ്ടായിരുന്നില്ല. എന്റെ കുഞ്ഞെവിടെയെന്ന് ചോദിച്ച് ഞാൻ ചാടി എഴുന്നേറ്റു. അപ്പോഴത്തെ അമ്മയുടെ ഭാവവും അലർജിയും ഒക്കെ കണ്ട് നഴ്സുമാർ പേടിച്ചു പോയി. എന്റെ പൊന്നിനെ കുളിപ്പിച്ചു കൊണ്ടുവരാൻ പോയതായിരുന്നു നഴ്സുമാര്. അമ്മ വിചാരിച്ചത് എന്റെ പൊന്നിനെന്തോ പറ്റിയെന്നാ. എന്റെ പൊന്നിനെ അമ്മയുടെ കയ്യിലേക്ക് ആദ്യമായിട്ട് കിട്ടിയപ്പോൾ അമ്മ അനുഭവിച്ചൊരു സന്തോഷമുണ്ടല്ലോ, അത്രയും ഒരു സന്തോഷം അതിനു മുമ്പോ പിമ്പോ അമ്മ അനുഭവിച്ചിട്ടില്ല. അതൊക്കെ അമ്മ ഓർത്തു പോയതാ എന്ന് ശാരദ പറയുന്നത് കേൾക്കെ അതൊക്കെ എന്തിനാ അമ്മ ഇപ്പൊ ഓർത്തേ എന്ന് നിളയും ചോദിക്കുന്നുണ്ട്. അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മയുടെ പൊന്നിനെ ആരും പിടിച്ചോണ്ട് പോകാൻ പറ്റില്ല എന്ന് അമ്മ പറയുക. അങ്ങനെ ആരെങ്കിലും വന്നാൽ അമ്മ അങ്ങ് എഴുന്നേൽക്കും, ഭദ്രകാളിയെ പോലെ എന്നമ്മ പറയുന്നത് കേൾക്കെ അതിനിപ്പോ എന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകാൻ വന്നോ എന്ന് നിള ചോദിക്കുന്നവൾക്ക് ശാരദ എഴുന്നേറ്റ് അവളുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് അവളെ ചേർത്ത് പിടിച്ച് ഇല്ല അമ്മ വെറുതെ ആലോചിച്ചതാ എന്ന് സങ്കടത്തോടെ കരഞ്ഞു പറയുന്നതുകൾക്ക് അമ്മയ്ക്ക് പനിയുണ്ടോ എന്ന് നിളയും ചോദിക്കുക. ഇല്ല എന്താ എന്ന് അമ്മ ചോദിക്കേ പനിയുള്ളപ്പോഴല്ലേ ആൾക്കാരിങ്ങനെ പിച്ചും പെയ്യും പറയുന്നത് എന്നവൾ ചോദിക്കുക. അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ശാരദ വീണ്ടും സങ്കടത്തോടെ കരയാൻ തുടങ്ങുക. പിന്നെന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്, മുട്ടുവേദനയാ എന്നവൾ ചോദിക്കേ. അതെ എന്ന് പറഞ്ഞ് മോള് തടവോ എന്ന് ശാരദ കണ്ണീരോടെ ചോദിക്കുന്നുണ്ട്. മോൾ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് കുഴമ്പിട്ട് തടവി തരാൻ കേട്ടോ എന്ന് നിള പറയുന്നത് കേൾക്ക് ശാരദ അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുക. അവിടെ സ്നേഹതീരത്തിൽ രാധമ്മ സങ്കടത്തോടെ സിറ്റൗട്ടിലിരിക്കുമ്പോഴാണ് കോളേജ് കഴിഞ്ഞ് യമുന അങ്ങോട്ട് കയറി വരുന്നത്. സിറ്റൗട്ടിലേക്ക് കയറിയവൾ അകത്തേക്ക് നോക്കി വിളിച്ച് പറയുന്നുണ്ട്, അമ്മേ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോ, ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ടെന്ന്. പിന്നീട് അവൾ അച്ചമ്മയുടെ അരികിലേക്ക് ചെന്നിരുന്ന് അച്ചമ്മയെന്ന് വിളിച്ച് മൊബൈൽ നോക്കിയിരിക്കേ. മോളെ ശാരദ ഇവിടെ ഇല്ല എന്ന് അച്ചമ്മ പറയുന്നുണ്ട്. എവിടെ പോയി എന്ന് യമുന ചോദിക്കേ. ഹോസ്പിറ്റലില്. അവിടെന്താ എന്ന് പരിഭ്രമത്തോടെ യമുന ചോദിക്കെ. നിളമോള് സ്കൂളിൽ തല ചുറ്റി വീണു. വിവരമറിയാൻ ശാരദയും ഗംഗയും കാവേരിയും കൂടി അങ്ങോട്ട് പോയിരിക്കുക എന്നച്ചമ്മ പറയുന്നവൾക്ക് പരിഭ്രമത്തോടെ നിള തല ചുറ്റി വീണെന്നോ, എന്നിട്ട് എന്തു പറ്റി അച്ചമ്മയെന്ന് യമുന ചോദിക്കുക. അവരിതുവരെ വിളിച്ചില്ലടി, ഞാൻ വിളിച്ചപ്പോഴൊക്കെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു എന്നച്ചമ്മ പറയുമ്പോഴേക്കും അച്ചമ്മയുടെ മൊബൈൽ റിങ് ചെയ്യുക. ആരാ അച്ചമ്മേ എന്ന് യമുന ചോദിക്കേ. ഗംഗയാ എന്ന് പറഞ്ഞ അച്ചമ്മ ആ കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ മോളെ, അവൾക്ക് എങ്ങനെയുണ്ട്, ഡോക്ടർ എന്നാ പറഞ്ഞു മോളെ എന്ന് അച്ചമ്മ ചോദിക്കേ. കുഴപ്പമൊന്നുമില്ല അച്ചമ്മേ എന്ന് ഗംഗയും പറയുന്നുണ്ട്. ഡോക്ടർ നോക്കിയില്ലേ എന്ന് അച്ചമ്മ ചോദിക്കേ. നോക്കി എന്ന് ഗംഗയും. നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരുമോ എന്ന് അച്ചമ്മ ചോദിക്കേ. ഇല്ല അച്ചമ്മേ, കുറച്ച് ടെസ്റ്റുകൾ കൂടി ചെയ്യാനുണ്ട്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് അച്ചമ്മയും ചോദിക്കും. അതിപ്പോ ഡോക്ടർമാരല്ലേ അച്ചമ്മയെ തീരുമാനിക്കുന്നത്, ഒരു കുഴപ്പവുമില്ലെന്ന് 100% ഉറപ്പിച്ചിട്ട് അവർ വിടും എന്ന് ഗംഗ പറയുന്നതുകൾക്ക്. അപ്പോ 100% ഉറപ്പില്ലേ ഇപ്പോ എന്ന് അച്ചമ്മയും ചോദിക്കുക. അത് ഡോക്ടർമാർ നോക്കട്ടെ അച്ചമ്മേ, വേണ്ടെന്ന് പറയാൻ നമ്മളെക്കൊണ്ട് പറ്റുമോ എന്ന് ഗംഗ പറയുന്നതുകൾക്ക് യമുനയും ഗംഗച്ചി സത്യം പറയേ, നമ്മുടെ നിളമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കേ. ഹാ നീ എത്തിയോ കോളേജിൽ നിന്ന്, ഹോസ്പിറ്റലിലെ ചില ഫോർമാലിറ്റീസാ അത്രയേ ഉള്ളൂ, ഒന്നും പേടിക്കണ്ടെന്ന് അച്ചമ്മയോട് പറ എന്ന് ഗംഗയും. ഞാൻ അങ്ങോട്ട് വരണോ ചേച്ചി എന്ന് യമന സങ്കടത്തോടെ ചോദിക്കേ. വേണ്ട, നീ അച്ചമ്മയെ നോക്കിയാ മതി, അച്ചമ്മ കേൾക്കുന്നുണ്ടോ എന്ന് ഗംഗ ചോദിക്കേ. ആ ഞാൻ കേൾക്കുന്നുണ്ട് മോളെ എന്ന് അച്ചമ്മയും. അത് അച്ചമ്മേ, അമ്മ നിളയെ പ്രസവിക്കുന്ന സമയത്ത് അച്ചമ്മ ഉണ്ടായിരുന്നില്ലേ കൂടെ, അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ഗംഗ ചോദിക്കുകയാ. ഉണ്ടായിരുന്നോ, നീ എന്തുവാടി ചോദിക്കുന്നേന്ന് അച്ചമ്മയും. അല്ല ഹോസ്പിറ്റലിലെ കാര്യങ്ങളെ എന്ന് ഗംഗ ചോദിക്കേ. എന്താടി നീ ഉദ്ദേശിക്കുന്നേന്ന് അച്ചമ്മ വീണ്ടും ചോദിക്കുക. അല്ല കുഞ്ഞിന്റെ ആരോഗ്യത്തെ പറ്റി ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ അച്ചമ്മയോട്, ഹാർട്ടിന് പ്രശ്നമുണ്ടെന്നോ മറ്റോ എന്ന് ഗംഗ ചോദിക്കേ. അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ, സത്യം പറഞ്ഞ അവളുടെ പ്രസവം എടുത്ത ഡോക്ടറെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. വേദന തുടങ്ങിക്കഴിഞ്ഞ ശാരദയെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അരവിന്ദൻ ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. ഹോസ്പിറ്റലിലെത്തി അധികം വൈകാതെ പ്രസവം നടന്നു എന്നച്ചമ്മ പറയുന്നതുകൾക്ക്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടാവുമോ എന്ന് ഗംഗയും ചോദിക്കുകയാ. സംസാരിച്ചിട്ടുണ്ടെന്നാ എന്റെ ഒരു ഓർമ്മ എന്നച്ചമ്മ പറയേ. അക്കാര്യമൊന്നും അച്ഛൻ അച്ചമ്മയോട് പറഞ്ഞില്ലേ എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. എടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അക്കാര്യം പറയില്ലേ, അന്ന് ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അവന്റെ മുഖത്തൊരു സങ്കടമുണ്ടായിരുന്നു. എന്താന്ന് ചോദിച്ചപ്പോ ഏയ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ചിരിക്കുക അവൻ ചെയ്തത് എന്നച്ചമ്മ പറയേ. നിളയുടെ ആരോഗ്യത്തെ പറ്റി പിന്നീട് എന്തെങ്കിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഗംഗ ചോദിക്കുക. നീ ഇങ്ങനെ കിള്ളി ചോദിച്ചാ എപ്പോ വിളിച്ചാലും നിളയെ മഞ്ഞത്തും മഴയത്തും ഒന്നും കളിക്കാൻ വിടരുതെന്ന് പറയുമായിരുന്നു. കുട്ടികളാവുമ്പോ കളിക്കാൻ ഇറങ്ങില്ലേടാന്ന് ഞാൻ ചോദിക്കും. അപ്പൊ അവൻ പറയും എല്ലാ കുഞ്ഞുങ്ങളെയും പോലെയല്ല അമ്മ ശ്രദ്ധിക്കണമെന്ന് പറയും. അതവന് നിളയോട് കൂടുതലുള്ള വാത്സല്യമായിട്ടാ എനിക്ക് തോന്നിയത് എന്നച്ചമ്മ പറയുന്നതുകൾക്ക് നിള മഴയത്ത് തുള്ളിക്കളിച്ചതും കാവേരി ചെന്ന് പിടിച്ചുകൊണ്ട് വന്നതുമെല്ലാം യമുന ഓർത്തെടുക്കുകയാ. അല്ല നിങ്ങൾ രാത്രിയാവുന്നതിന് മുമ്പേ വരുമല്ലോ അല്ലേ എന്ന് അച്ചമ്മ ചോദിക്കേ. വരാ അച്ചമ്മേ എന്ന് ഗംഗ പറയുമ്പോഴേക്കും നിളയുടെ കൂടെയുള്ളതാരാ
എന്ന് നഴ്സ് വിളിച്ച് ചോദിക്കുന്നുണ്ട്. നഴ്സ് വിളിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അച്ചമ്മയെന്ന് പറഞ്ഞ് ഗംഗ കോൾ വെച്ചു കഴിഞ്ഞ അച്ചമ്മയും യമുനയോടായി എന്തുവാടി അവളി ചോദിക്കുന്നതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നച്ചമ്മ ചോദിക്കേ. അച്ചമ്മേ, നിങ്ങളെ ഏത് ഹോസ്പിറ്റലിലാണെന്നാ പറഞ്ഞേ എന്ന് യമുന ചോദിക്കുന്നുണ്ട്. ആ സ്കൂളിൻ്റെ അടുത്തുള്ള എന്നച്ചമ്മ പറയുമ്പോഴേക്കും യമുന അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാ. നീ എവിടേക്ക് പോകുന്നു എന്നച്ചമ്മ ചോദിക്കേ. ഹോസ്പിറ്റലിലേക്ക് അച്ചമ്മേ എന്ന് പറഞ്ഞ് യമുന ഇറങ്ങി പോവുകയാ. എടി മോളെ അവിടെ നിൽക്കാൻ എന്നച്ചമ്മ വിളിക്കുന്നുണ്ടെങ്കിലും യമുന അതൊന്നും കേൾക്കാതെ ഓടിപ്പോവുകയാ. എന്റെ ഭഗവാനെ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് സങ്കടത്തോടെ നിൽപ്പാ അച്ചമ്മയും. അങ്ങനെ കരഞ്ഞുകൊണ്ട് യമുന റോഡിലൂടെ പോകുമ്പോഴാണ് നിവിൻ തന്റെ ബൈക്കിൽ അതുവഴി വരുന്നത്. അവളെ കണ്ട് വണ്ടി നിർത്തി എന്ത് പറ്റി യമുന എന്ന് നിവിൻ ചോദിക്കുന്നു. അവൾ അവന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുമ്പോഴേക്കും എന്താ കാര്യം പറ യമുന എന്ന് നിവിനും. അവൾ എല്ലാ കാര്യങ്ങളും കരച്ചിലോടെ നിവിനെ അറിയിക്കുക. ഇതുപോലൊരു കാര്യം നടന്നിട്ട് നീ എന്താ എന്നെ അറിയിക്കാഞ്ഞത്? ഞാൻ എന്താ വല്ല ശത്രുവും മറ്റോ ആണോ? വാ കയറെന്ന് നിവിൻ വിളിക്കുന്നുണ്ട്. സംശയത്തോടെ നിൽക്കെ സമയം കളാതെ കേറി യമുന എന്നവൻ വിളിക്കെ അവൾ കരച്ചിലോടെ അവന്റെ പുറകിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ അവൻ യമുനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിക്കുകയാണ്. യാത്രക്കിടയിൽ അവൻ യമുനയോടായി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? രാവിലെയാ നിവിനേട്ടാ. സാധാരണ ഞങ്ങൾ ഒരുമിച്ചാ ബസ് സ്റ്റോപ്പിലേക്ക് പോവാറുള്ളത്. കോളേജിലെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പോയതായിരുന്നു. അവര് ചേച്ചിയാ അവളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടത്. അവിടുന്ന് സ്കൂളിൽ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞവൾ കരച്ചിലോടെ കോളേജിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷമാ ഞാൻ പോലും ഇതറിയുന്നത് എന്ന് പറഞ്ഞവൾ പൊട്ടിക്കരയുമ്പോഴേക്കും യമുന കരയാതിരിക്കെ, നിളയ്ക്കൊന്നും സംഭവിക്കില്ല. ടെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ഡോക്ടർമാര് പറയും അവൾക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് എന്നൊക്കെ നിവിൻ അവളെ ആശ്വസിപ്പിക്കെ അവൾ ഒരു പാവമാ നിവിനേട്ടാ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കരയുക യമുനയും. കരയാതെ യമുനെ, നിളയ്ക്ക് ഒരു പ്രശ്നവും വരില്ലെന്ന് പറഞ്ഞില്ലേ? ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് നേരിടും. ഞാനില്ലേ കൂടെ, ധൈര്യമായിട്ട് നിൽക്കും എന്നവൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവിടെ ഹോസ്പിറ്റലിൽ നിളയുടെ റൂമിന് പുറത്ത് സങ്കടത്തോടെ ഇരിപ്പ ശാരദയും മിസ്സും. യമുനയും നിവിനും അപ്പോഴാണ് അങ്ങോട്ടെത്തുന്നത്. അമ്മയെ കണ്ടവൾ ഓടിച്ചെന്ന്, അമ്മേ നിളമോൾക്ക് എന്താ അമ്മേ? ഗംഗേച്ചി ഫോണിൽ കൂടി എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് ചോദിക്കെ ശാരദയും പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല മോളെ, അവരെന്താ പറയുന്നതെന്ന് പോലും എനിക്കറിയില്ല. നിളയ്ക്ക് ഹാർട്ടിനെന്തോ കുഴപ്പമുണ്ടെന്ന്. അവള് കുഞ്ഞല്ലേ മോളെ എന്നമ്മ പറയേ. നിള എവിടെയാ അമ്മേ എന്ന് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് യമുന ചോദിക്കുന്നുണ്ട്. സ്കാനിങ്ങിന് കൊണ്ടുപോയിരിക്കുക, അവരൊപ്പം പോയി എന്ന് ശാരദ പറയുന്നത് ശ്രദ്ധിച്ച് നിവിൻ അവിടുന്ന് പോവുകയാ. നിളമോളാണെങ്കിൽ വീട്ടിൽ പോണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവളോട് എന്തു പറയണമെന്ന് എനിക്ക് അറിയില്ലെന്ന് ശാരദ പറയുന്നു. ഇല്ലമ്മേ, നമ്മുടെ നിളക്കുട്ടിക്ക് ഒന്നും വരില്ല, അമ്മ പേടിക്കാതെ എന്ന് യമുന അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സ്കാനിങ് റൂമിന് പുറത്ത് കാവേരി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഒരു നഴ്സ് അകത്തുനിന്ന് ഇറങ്ങി വന്ന് അവളുടെ കയ്യിലേക്ക് ബില്ല് കൊടുത്ത് ബില്ലടച്ചിട്ട് വരാനായി പറയുന്നത്. അങ്ങോട്ടെത്തുന്ന നിവിനും അവളെ കണ്ട് അവളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും കാവേരിയും ബില്ലടയ്ക്കാനായി നടന്നു നീങ്ങുകയാ. നിവിൻ അങ്ങോട്ട് ചെന്ന് കാവേരി എന്ന് വിളിക്കെ നിവിൻ എന്താ ഇവിടെ എന്ന് കാവേരിയും ചോദിക്കുന്നു. അത് കേട്ട് ടെൻഷനോടെ കാവേരിയെ നോക്കി നിൽക്കുന്ന നിവിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. കാവേരിയുടെ പിണക്കത്തിന്റെ കാര്യം നിവിൻ ചോദിക്കേ രാഗിണിയുമായുള്ള കല്യാണത്തിന്റെ കാര്യം താൻ മാത്രം അറിഞ്ഞില്ലെന്ന് കാവേരി അവനെ കുറ്റപ്പെടുത്തുന്നത്. ടെസ്റ്റ് റിസൾട്ട് നോക്കി നിളമോൾക്ക് ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്നും ഓപ്പറേഷന് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ചിലവാകുമെന്നും ഡോക്ടർ അറിയിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.